വയനാട് മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. പരപ്പൻപാറ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത്. കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് സംഭവം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുന്ന വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? വേണു, ഈ പ്രദേശം ഈ മേപ്പാടി റേഞ്ചിന് കീഴിൽ വരുന്നതാണെങ്കിലും ഏതാണ്ട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ വരുന്ന പ്രദേശമാണ്. അതായത് നിലമ്പൂരിൽ നിന്നും ഇവിടേക്ക് എത്താം, മേപ്പാടിയിൽ നിന്നും ഇവിടേക്ക് എത്താം. പൂർണ്ണമായും വനാന്തർഭാഗമാണ്. 10 കിലോമീറ്റർ ഉൾഭാഗത്ത് താമസിക്കുന്ന ചോലനായ്ക്ക കോളനിയിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇവർ എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പരപ്പൻപാറ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത്. സുരേഷിന് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ, തേൻ ഉൾപ്പെടെ ശേഖരിക്കാൻ വേണ്ടി കുറച്ചുകൂടി വനാന്തർഭാഗത്തേക്ക് പോയതായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരമാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. മേപ്പാടിയിൽ നിന്നുള്ള പോലീസും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ ഭാഗത്തു നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കാടിനകത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വനാന്തർഭാഗത്തുള്ള കോളനിയാണിത്. ഇത് ചാലിയാറിന്റെ കരയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നിരന്തരം കാട്ടാനകളെല്ലാം തന്നെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. കാരണം വനമാണ്, വനത്തിനകത്താണ് ഈ ചോലനായ്ക്ക കോളനി ഉള്ളത്. അവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. വേണു, സുർജിത്ത്, ഈ ചോലനായ്ക്ക കോളനിയിലെ നിവാസിയാണ് മരിച്ചിരിക്കുന്നത്. സുരേഷിന് പരിക്കേറ്റു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഈ കാട്ടാന ശല്യമൊക്കെ ഉള്ളതാണോ? മാത്രമല്ല, ആദിവാസികൾക്ക് വനം പരിചിതമായൊരു സ്ഥലവുമാണല്ലോ. പൂർണ്ണമായും വനമാണ്. വനത്തിനകത്താണ് ഈ ചോലനായ്ക്ക വിഭാഗം എന്ന് പറയുന്നത് പോലും വനവുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ ഉള്ളൊരു കോളനിയാണിത്. ഈ പരപ്പൻ പാറ എന്ന് പറയുന്ന കോളനി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കോളനിയാണ്. അതായത് ഈ മലപ്പുറം ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തി പ്രദേശത്താണ് ഈ സംഭവം ഉള്ളത്. അതായത് ചാലിയാർക്ക് കടന്നു പോകുന്ന ആ മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനടുത്താണ് ഈ കോളനി ഉള്ളത്. ആ കോളനിയിൽ നിന്നുമാണ് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വനത്തിനകത്തേക്ക് പോയത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇന്ന് രാവിലെയാണ് ഈ വിവരം ലഭിച്ചത്. ഇങ്ങനെ ഒരു കാട്ടാനാക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത്. അതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, സുരേഷിന് പരിക്കേറ്റിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. മേപ്പാടിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ വനാന്തർ ഭാഗത്താണ് സംഭവം. പരപ്പൻപാറ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത്. സുരേഷിന് പരിക്കേറ്റിരിക്കുന്നു. കാട്ടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. മേപ്പാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് തിരിച്ചിരിക്കുകയാണ്.